ഹലോ എവ്രി വൺ. തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പള്ളിയിലുള്ള സിൽവർ സ്റ്റോമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്നോ സ്റ്റോമിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് അവിടെ അവൈലബിൾ ആണ്. ടിക്കറ്റ്സ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എടുക്കാം. ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് അത് പ്രിൻ്റ് എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ സ്നോ സ്റ്റോമിലേക്ക് എൻട്രി ചെയ്യണം. സ്നോ സ്റ്റോമിൽ കയറുമ്പോൾ സോക്സ് കമ്പൽസറി ആണെന്ന് ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ സോക്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇല്ലാത്തവർക്കാണെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് സോക്സ് പർച്ചേസ് ചെയ്യാം. സ്നോ സ്റ്റോമിനകത്ത് നമ്മുടെ ഫുട്വെയർ അലൗഡ് അല്ല. സോ നമ്മുടെ ഫുട്വെയർ കീപ്പ് ചെയ്യാനായിട്ട് അവരൊരു ബാഗ് പ്രൊവൈഡ് ചെയ്യും, ഒരു ടോക്കണും ഉണ്ടാവും. ടോക്കൺ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫുട്വെയർ ഉള്ള ബാഗ് അവർ തിരിച്ചേൽപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു ജോഡി സോക്സ് മതിയാവില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കുറച്ച് നല്ല കട്ടിയിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ കാലിലേക്ക് വരുന്ന തണുപ്പ് കുറയും. ഞങ്ങൾ ഒരു ജോഡിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് തന്നെ 1 hour ആയപ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാലിന്. പിന്നെ കാലിലേക്ക് വേണ്ട ബൂട്ട്സും ജാക്കറ്റും ആണ് അവർ പ്രൊവൈഡ് ചെയ്യുക. കയ്യിലേക്കുള്ള ഗ്ലൗസും അവർ തരും. എല്ലാ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട്. ബോട്ടം വെയർ ആയിട്ട് നമ്മൾ എന്താണോ ഇട്ട് പോയത് അത് തന്നെയായിരിക്കും ഉണ്ടാവുക. സോ പ്രിഫറബിളി പാൻസ് ഇടുന്നതാണ് നല്ലത്. കുറച്ച് കട്ടിയുള്ള ജീൻസ് മെറ്റീരിയലുള്ളതോ അല്ലെങ്കിൽ കട്ടിയുള്ള വൂളൻ പാൻസ് ഒക്കെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കുട്ടികൾക്കാണെങ്കിലും കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കും അവരുടെ പ്രൊട്ടക്ഷന് നല്ലത്. അതുപോലെ കുട്ടികൾക്ക് ക്യാപ്പൊക്കെ വെച്ചിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചും കൂടി സേഫായിട്ടുണ്ടാവും. സ്റ്റോമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെയുള്ള സ്റ്റാഫ് നമുക്ക് ആവശ്യമായിട്ടുള്ള ജാക്കറ്റും ബൂട്ട്സും അതുപോലെ തന്നെ ഗ്ലൗസൊക്കെ നമ്മുടെ സൈസിനനുസരിച്ചിട്ടുള്ളത് നമുക്ക് തരും. ഗ്ലൗസ് ഇടുമ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് ഇട്ടിട്ടാണ് അവർ തരുന്ന ഗ്ലൗസ് നമ്മൾ ഇടേണ്ടത്. ഇൻസ്ട്രക്ഷൻസും അവർ 1 hour ഓരോ ടീമിനും അവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളൊരു 11:30 ആയപ്പോഴാണ് എത്തിയത്. 11:45 to 12:45 ബാച്ചിലായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മളൊരു റൂമിലേക്ക് എൻട്രി ചെയ്തിട്ട് അവിടെ നിന്നാണ് പിന്നെ ഈ സ്നോ ഉള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ കടത്തിയിടുന്നത്. ഈ ഒരു ഏരിയയിൽ ശരിക്കും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് അവർ പ്രത്യേകം സേഫ്റ്റി ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ നമ്മുടെ റിസ്കിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ കുറച്ച് നല്ല രീതിയിൽ വീഡിയോ എടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോയതെങ്കിലും ശരിക്കും ഈ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാമറയോ നമുക്ക് നമ്മുടെ ഫോണോ ടച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ഫോണിൻ്റെ സെൻസിങ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഊരിയിട്ട് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് ഉള്ള കൈ വെച്ചിട്ട് നമുക്ക് ഫോൺ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ നമ്മളുടെ റിസ്കിൽ പെടുന്ന കാര്യങ്ങളാണ്. ഞാൻ കുറച്ചധികം നേരം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് കൈക്ക് ചെറിയ തണുപ്പ് നല്ലോണം കയറിയിട്ട് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലൗസ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഫോൺ റിസ്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവർ തന്നെ ഉള്ളിൽ ഫോട്ടോഗ്രാഫേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. നമുക്ക് പുറത്തിറങ്ങിയിട്ട് അവർ സ്ക്രീനിൽ കാണിച്ചു തരുമ്പോൾ നമുക്ക് ഇഷ്ടമായാൽ മാത്രം അത് നമുക്ക് പ്രിൻ്റ് എടുക്കാം. പ്രിൻറ്റ് മാത്രമേ കിട്ടുള്ളൂ, സോഫ്റ്റ് കോപ്പി കിട്ടില്ല എന്നുള്ളതാണ് ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ നമുക്കൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഈ സ്നോ ഉള്ള ഏരിയൻ്റെ മുകളിൽക്കൂടെ നടക്കാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ സ്നോ ഉള്ളൊരു വാസ്റ്റ് ഏരിയ ഉണ്ട്. ഒരു ഇഗ്ലൂ ഉണ്ട്. പിന്നെ ഒരു സ്നോമാൻ ഉണ്ട്. പിന്നെ ഉള്ളത് കുറേ സ്ലൈഡ്സ് ആണ് ഉള്ളത്. നമുക്ക് ടയറിനകത്ത് ഇരുന്നിട്ട് ഒഴുകാം. കുട്ടികൾക്ക് പറ്റിയ ചെറിയ സ്ലൈഡും വലിയ സ്ലൈഡും ഒക്കെ ഉണ്ട്. കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ തന്നെയുണ്ട്. പിന്നെ എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു കഫേ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനകത്തുനിന്ന് ഒരു കോഫി എങ്ങാനും കുടിക്കണമെങ്കിൽ കുടിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനകത്തൊരു റൂമുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അവിടെ ടെമ്പറേച്ചർ തണുപ്പുള്ളൊരു ടെമ്പറേച്ചർ അല്ല, ഒരു നോർമൽ ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാവുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ആ റൂമിനകത്ത് പോയി കുറച്ച് നേരം ഇരുന്നതിന് ശേഷം തിരിച്ച് നമുക്ക് ഈ സ്നോ ഉള്ള ഏരിയയിലേക്ക് തന്നെ വരാം. പിന്നെ ഇവിടെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും കിഡ്സിനും അഡൾട്ട്സിനും ഒരുപോലെ എൻഗേജ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ശരിക്കും ആ ഒരു 1 hour പോകുന്നത് അറിയില്ല. ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു 45 minutes ഈ റൈഡ്സ് എല്ലാം യൂസ് ചെയ്ത് നമ്മൾ സ്നോ എൻജോയ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു 15 minutes സ്നോഫോളും അതുപോലെ ആർട്ടിഫിഷ്യൽ സ്നോഫോളും അതുപോലെ തന്നെ ഡിസ്കോ ലൈറ്റ്സും സോങ്ങും ഒക്കെ ഇട്ടിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ റൈഡ്സും ഫ്രീ ആണ്. അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യേണ്ട കാര്യമില്ല ഉള്ളിലുള്ള ഓരോ റൈഡ്സിലും കയറാനായിട്ട്. ഈ 1 hour തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി പുറത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജാക്കറ്റും ബൂട്ട്സും എല്ലാം അവർക്ക് കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ ഫുട്വെയർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഗിലാക്കിയിട്ടുള്ളത്, അത് നമ്മൾ ടോക്കൺ തിരിച്ചു കൊടുത്താൽ അവർ ഫുട്വെയർ തിരിച്ചു തരും.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള നമ്മുടെ ഫോട്ടോസ് കിട്ടുന്ന സ്ഥലമാണ്. 115 200 ആണ് പ്രിൻറ്റിന് വരുന്നത്. സൈസ് അനുസരിച്ചിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. സ്നോ സ്റ്റോം തൃശ്ശൂരിൽ നിന്ന് അടിച്ചു കൊടുത്താൽ തന്നെ അവരുടെ സൈറ്റ് വരും. അതിനകത്ത് കയറിയിട്ട് ബുക്ക് നൗ എന്ന് കൊടുക്കുക. ബുക്ക് നൗ എന്ന് കൊടുക്കുമ്പം സ്നോ സ്റ്റോമിലേക്ക് സെപ്പറേറ്റും സിൽവർ സ്റ്റോമിലേക്ക് സെപ്പറേറ്റും അതുപോലെ അവരുടെ ഒരു കോംബോ ആയിട്ടുള്ള രണ്ടും കൂടിയിട്ടുള്ളതും കൊടുത്തിട്ടുണ്ടാവും. സ്നോ സ്റ്റോമിലേക്ക് 1 ഡേ ബിഫോർ എങ്കിലും, അതായത് ഇപ്പോൾ നാളെ പോകണമെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1 ഡേ ബിഫോർ എങ്കിലും ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10% ഓഫർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ് കൊടുക്കുക. പിന്നെ ഉള്ളത് ഹൈറ്റ് അനുസരിച്ചിട്ടാണ് ഇവർ ചാർജസ് ഈടാക്കുന്നത്. അഡൽട്ട്സിന് 513 റുപ്പീസാണ് വരുന്നത്. കിഡ്സിന് അബവ് 90 സെൻറ്റിമീറ്റർ ഉള്ളവർക്കും സീനിയർ സിറ്റിസനും 468 ആണ് വരുന്നത്. ഇൻഫാൻസ് ബിലോ 90 സെൻറ്റിമീറ്ററിന് 200 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ചാർജസ് വരുന്നത്. ഈ രീതിയിലാണ് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ചെയ്തിട്ട് കിട്ടുന്ന QR കോഡ് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പ്രിൻ്റ് എടുത്ത് ടിക്കറ്റ്സ് തരും. ഇതൊക്കെയാണ് നമ്മുടെ സ്നോ സ്റ്റോമിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഐ വിൽ ഗിവ് യു റിപ്ലൈസ്. സോ താങ്ക് യു.